നമസ്കാരം, വെൽക്കം ടു ദി ഹിഡൻ ട്രിക്സ് ഇൻ നേഴ്സിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പോതൈറോയിഡിസത്തെക്കുറിച്ചും ഹൈപ്പർ തൈറോയിഡിസത്തെക്കുറിച്ചുമാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചിരുന്നു എന്താണ് തൈറോയ്ഡ് ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺസ് ഏതൊക്കെയാണ്, തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ഇതിന് ഡിസീസ് കണ്ടീഷനായ ഹൈപ്പർ ആൻഡ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കോസസ് എന്തൊക്കെയാണ്, സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയും ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാം. ആദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡയറ്റ്. ഏത് ഡയറ്റാണ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 2 ഹൈയും 1 ലോയും 3 നോയുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഞാൻ പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിട്ടുമുണ്ട്. ഹൈ ഏതൊക്കെയാണ്? കാലറീസ്, ഹൈ കാലറി ഫുഡ് വേണം കഴിക്കാൻ. അതുപോലെ തന്നെ ഹൈ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ ഹൈ പ്രോട്ടീൻ ഫുഡ് വേണം ഇവർ ഫോളോ ചെയ്യാൻ. എന്തുകൊണ്ടാണ്? ഇവർ കഴിക്കുന്ന ഫുഡെല്ലാം അപ്പോൾ തന്നെ ഡൈജസ്റ്റ് ആകുന്നതുകൊണ്ടാണ് ഇവർക്ക് ഹൈ കാലറി, ഹൈ പ്രോട്ടീൻ, ഹൈ കാർബോഹൈഡ്രേറ്റ് ഫുഡ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസ്, അതായത് ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻസ് അറ്റ്ലീസ്റ്റ് 4000 to 5000 കിലോ കാലറീസ് പെർ ഡേ കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ പേഷ്യൻറ്റ് 6 ഫുൾ മീൽസും 6 സ്നാക്സും കഴിച്ചിരിക്കേണ്ടതാണ്. ഇനി ലോ എന്താണ്? ലോ ഫൈബർ ഫുഡ്. എന്തുകൊണ്ടാണ് ലോ ഫൈബർ ഫുഡ് കഴിക്കാൻ പറയുന്നത്? ഇവരുടെ GI മോട്ടിലിറ്റി കൂടുതലായതുകൊണ്ട് ഇവർക്ക് ഡയേറിയയ്ക്ക് ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി സൈൻസ് ആൻഡ് സിംറ്റംസിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഇവരോട് ലോ ഫൈബർ ഫുഡ് കൊടുക്കാൻ പറയുന്നത്. എഗെയിൻ ഇവർ ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഇവർക്ക് ഡയേറിയ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. പിന്നീട് അത് ഡീഹൈഡ്രേഷൻ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. ഇനി ഇവർ ഒരു കാരണവശാലും കഴിക്കരുതാത്ത ഫുഡ് ഏതൊക്കെയാണ്? കഫൈനേറ്റഡ് ഡ്രിങ്ക്സ്. ഏതൊക്കെയാണ് കഫൈനേറ്റഡ് ഡ്രിങ്ക്സ്? കോഫി, ടീ, സോഡ ഡ്രിങ്ക്സൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇവയെല്ലാം തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസ് കഫൈനേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കരുത് എന്ന് പറയാൻ കാരണം. നോ സ്പൈസി. എന്തുകൊണ്ടാണ് ഇവർ സ്പൈസി ഫുഡ് കഴിക്കരുതെന്ന് പറയാനുള്ള കാരണം? നമുക്കറിയാം, നമ്മൾ തന്നെ സ്പൈസി ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറ്റിൽ നിന്ന് കുറച്ച് ഞെരുക്കങ്ങളൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? എന്തൊക്കെയോ പടപെടാന്നുള്ള സൗണ്ടുകളൊക്കെ കേൾക്കും. അതുപോലെ തന്നെ ഈ പേഷ്യൻസിന് ഓൾറെഡി ഇവർക്ക് ഡയേറിയ ഉണ്ട്, ഇവർക്ക് GI മോട്ടിലിറ്റി കൂടുതലാണ്. അങ്ങനെയുള്ള ഈ പേഷ്യൻസ് സ്പൈസി ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ GI മോട്ടിലിറ്റിയെ പിന്നെയും സ്റ്റിമുലേറ്റ് ചെയ്ത് ഈ മോട്ടിലിറ്റി കൂട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഡയേറിയയ്ക്ക് പിന്നെയും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവരോട് സ്പൈസി ഫുഡ് എടുക്കരുതെന്ന് പറയുന്നത്. നോ അയഡിൻ റിച്ച് ഫുഡ്. കാരണം നമുക്കറിയാം, അയഡിൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ പേഷ്യൻസിന് ഒരു കാരണവശാലും അയഡിൻ റിച്ച് ഫുഡ്സ് കൊടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് 3 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഒന്ന് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, രണ്ടാമത്തെ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റ്, മൂന്നാമത്തത് തൈറോയ്ഡക്ടമി. ആദ്യം നമുക്ക് ഫാർമക്കോളജി നോക്കാം. ഫാർമക്കോളജിയിൽ 2 ടൈപ്സ് ഓഫ് മെഡിക്കേഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷനും രണ്ടാമത്തത് ബീറ്റ ബ്ലോക്കേഴ്സും. ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ മെഡിസിൻ മെതിമസോളാണ്. ഈ മെതിമസോളിൻ്റെ പ്രത്യേകത ഇവർക്ക് ഫ്യൂവർ സൈഡ് എഫക്ട്സ് ആണ് ഉള്ളത്. പക്ഷേ ഈ മെഡിസിൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ല. രണ്ടാമത്തെ മെഡിസിനാണ് പ്രൊപ്പൈൽ തയോയൂറാസിൽ. ഈ മെഡിസിൻ ഫസ്റ്റ് ലൈൻ ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷൻ എന്നറിയപ്പെടുന്നു. അതുകൂടാതെ തന്നെ ഇത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സേഫ് ആയിട്ടുള്ള മെഡിസിനും കൂടെയാണ്. എന്നിരുന്നാലും ഇതിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഫസ്റ്റ് സൈഡ് എഫക്റ്റ് ആണ് അഗ്രാനുലോസൈറ്റോസിസ്. എന്താണ് അഗ്രാനുലോസൈറ്റോസിസ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WBCയുടെ കൗണ്ട് കുറയുന്നതിനാണ് അഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം,
ഇപ്പോൾ പ്രൊപ്പൈൽ തയോയൂറാസിൽ കഴിക്കുന്ന ഒരു പേഷ്യൻ്റ് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്, അയാൾക്ക് ഫീവർ ഉണ്ട്, സോർ ത്രോട്ട് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്? ഇവരുടെ WBC കൗണ്ടാണ്. WBC കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പേഷ്യന് അഗ്രാനുലോസൈറ്റോസിസ് ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത സൈഡ് എഫക്റ്റ് ആണ് അപ്ലാസ്റ്റിക് അനീമിയ. എന്താണ് അപ്ലാസ്റ്റിക് അനീമിയ? അതായത് ഡെഫിഷ്യൻസി ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസിനെയാണ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? RBCs, WBCs, അതുപോലെ പ്ലേറ്റ്ലേറ്റ് ഒക്കെ ഈ കൂട്ടത്തിൽ പെടുന്നതാണ് അല്ലേ. ഇനി ഇവർക്ക് ഒരു റിസ്ക് കൂടെയുണ്ട്, ലിവർ ഫെയിലിയർ. കാരണം ഇതിൻ്റെ മെറ്റബോളിസം ലിവറിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ബീറ്റ ബ്ലോക്കേഴ്സിനാണ്. എന്തുകൊണ്ടാണ് ഈ പേഷ്യൻസിന് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കാനുള്ള കാരണം? ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ പഠിച്ചതാണ്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് അരിത്മിയ ഉണ്ടാവാനും പാൽപിറ്റേഷൻ ഉണ്ടാവാനും അതുപോലെ തന്നെ ഈ പേഷ്യൻസിൻ്റെ BP കൂടാനും ഹാർട്ട് റേറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ബീറ്റ റിസപ്റ്റേഴ്സിൻ്റെ നമ്പേഴ്സ് കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു സിംറ്റംസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ പേഷ്യൻസിന് ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ് ബീറ്റ ബ്ലോക്കേഴ്സ്? അറ്റനനോൾ, പ്രൊപ്പനനോൾ, മെറ്റോപ്രലോളൊക്കെ ബീറ്റ ബ്ലോക്കേഴ്സിൽ വരുന്ന മെഡിസിൻസ് ആണ്. അപ്പോൾ ഫാർമക്കോളജി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. എന്താണ് റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റ്? ഇതൊരു സേഫ് ആൻഡ് എഫക്റ്റീവ് ടെസ്റ്റാണ്. അതുകൂടാതെ തന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് ക്യൂർ നൽകുന്ന ഒരു ടെസ്റ്റ് കൂടെയാണ്. കൂടാതെ പാർഷ്യലി ഡാമേജിങ് ഓർ ഡിസ്ട്രോയിങ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഓവർ ടൈം. കാരണം എന്താണ്? ചിലപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് മൊത്തത്തിൽ ഓവറായിട്ട് തൈറോയ്ഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഏതെങ്കിലും ഒരു ഭാഗം മാത്രമായിരിക്കും ഓവറായിട്ട് തൈറോയ്ഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തെ ഡാമേജ് ചെയ്യുകയോ അല്ലെങ്കിൽ മൊത്തത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മൊത്തത്തിലുള്ള തൈറോയ്ഡ് ഗ്ലാൻഡിനെ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നടക്കുന്നത്. അതുവഴി തൈറോയ്ഡ് ഗ്ലാൻഡ് ചുരുങ്ങിപ്പോകും. പക്ഷേ ഈ ഒരു ടെസ്റ്റിന് കുറച്ച് സമയമെടുത്താണ് ഇതിൻ്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ മാക്സിമം എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 3 മാസമെങ്കിലും എടുക്കും. ഇറ്റ് റിക്വയർസ് അപ് ടു 3 months ഫോർ മാക്സിമം എഫക്റ്റ്. അടുത്തത്, ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ മെഡിസിൻ എടുക്കേണ്ടത്? ഇത് അപ്ടേക്ക് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്ടേക്ക് എന്ന് പറയുമ്പോൾ കഴിക്കുന്ന ഒരു ടൈപ്പ് ടെസ്റ്റാണെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ. അതൊരു ക്യാപ്സ്യൂളിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഫോമിലോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് എക്സ്ക്രീറ്റ് ആയി പോകുന്നത്? ഇത് ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് എക്സ്ക്രീറ്റ് ആയി പോകുന്നത്. മെയിൻലി പോകുന്നത് യൂറിൻ വഴിയാണ്. അതുകൂടാതെ നമ്മുടെ സ്വെറ്റ് വഴി പോകും, സലേവ വഴി പോകും, അതൊക്കെ നമുക്കറിയാം അല്ലേ. അതൊക്കെ ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്നതാണ്. ഇനി ഇതുകൊണ്ട് ഈ പ്രൊസീജിയർ ഇവിടെ തീരുന്നില്ല. അതിനുശേഷം സ്കാൻ ചെയ്യും. എന്തുകൊണ്ടാണ് ഇവർ സ്കാൻ ചെയ്യുന്നത്? കാരണം ഈ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഈ തൈറോയിഡിൻ്റെ ടിഷ്യൂസ് ഈ അയഡിനെ, ഈ റേഡിയോ ആക്റ്റീവ് അയഡിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കാൻ ഏതൊക്കെ ടൈമിലാണ് ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് 2nd അവറിലും, രണ്ടാമത് ചെയ്യേണ്ടത് 6th അവറിലും, മൂന്നാമത് ചെയ്യേണ്ടത് 24th അവറിലുമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി പ്രൊസീജിയർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബിഫോർ നമുക്ക് നോക്കാം. ഈ ടെസ്റ്റിന് വരുന്ന പേഷ്യൻസ് ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് പ്യൂബർട്ടി കഴിഞ്ഞ പേഷ്യൻ്റ് ആണ്, അതുപോലെ മെനോപോസിന് മുന്നേ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്പോസ് ഈ പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആണെങ്കിൽ there is a possibility of harm to the fetus. അതായത് ഭാവിയിൽ ഈ കുട്ടിയുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ കംപ്ലീറ്റ് ആയിട്ടും അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഒരു കാരണവശാലും ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആവാൻ പാടില്ല. റിമൂവ് മെറ്റൽസ് ഫ്രം നെക്ക് ആൻഡ്
റിമൂവ് ഡെഞ്ചേഴ്സ്. എന്തുകൊണ്ടാണ് മെറ്റൽസ് കഴുത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറയുന്നത്? കാരണം നമുക്കറിയാം ഇവിടെ ഒരു സ്കാനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ക്ലിയർ ഇമേജിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടാണ് ജുവൽസൊക്കെ കഴുത്തിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ഹോൾഡ് ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷൻ 5 to 7 days ബിഫോർ ദ ടെസ്റ്റ്. എന്തുകൊണ്ടാണ് ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷൻസ് ഹോൾഡ് ചെയ്യാൻ പേഷ്യൻറ്റിനോട് പറയുന്നത്? കാരണം നമുക്കറിയാം ഇതൊരു ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഈ പേഷ്യൻ്റ് ഹൈപ്പർ തൈറോയിഡിസം മെഡിക്കേഷൻ കഴിക്കുന്നുണ്ട്, അതിനുശേഷം ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇവർക്കുടെ T3യുടെയും T4ൻ്റെയും അളവ് ബ്ലഡിൽ കുറയും. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇവരോട് 5 to 7 days മുന്നേ ഈ ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷൻസ് ഹോൾഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെ NPO പേഷ്യനോട് പറയണം നിൽ പെർ ഓറൽ, അതായത് ഫാസ്റ്റിംഗ് എടുക്കണം 2 to 4 hours പ്രയർ ടു ദി പ്രൊസീജിയർ. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഫിസിഷ്യനെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിന് അലർജി ഉണ്ടെന്ന് വിചാരിക്കുക അയഡിനുമായിട്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ്ലി സേഫാണ്. കാരണം ഇവർ ഉപയോഗിക്കുന്ന വളരെ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് അയഡിനാണ്. അതുകൂടാതെ തന്നെ ഇത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ മാത്രമാണ് അഫക്റ്റ് ചെയ്യുള്ളൂ. ഒരു കാരണവശാലും മറ്റുള്ള ഓർഗൻസിലേക്ക് ഇത് പോകത്തില്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി സേഫായിട്ടുള്ള പ്രൊസീജിയറാണ്. എന്നിരുന്നാലും ഈ ഒരു അയഡിൻ അലർജി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഫിസിഷ്യനെ ഇൻഫോം ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൂടാതെ തന്നെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്കാൻ അത് വിത്ത് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറോട് ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ റിസൾട്ടിനെ ഈ കോൺട്രാസ്റ്റ് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഫിസിഷ്യനോട് ഇൻഫോം ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പേഷ്യൻറ്റിനോട് പറയുക ഈ പ്രൊസീജിയറിൽ നിങ്ങൾ ത്രൂ ഔട്ട് പ്രൊസീജിയർ നിങ്ങൾ എവേക്കായിരിക്കും. ആഫ്റ്റർ ദി പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടിന്യൂ NPA ഫോർ 1 to 2 hours. അതുപോലെ തന്നെ പേഷ്യൻ്റ് ഒരു ബ്രസ്റ്റ് ഫീഡിങ് മദറാണ് അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് മദറാണ്, അവരോട് എന്താണ് പറയേണ്ടത്? ഡു നോട്ട് ബ്രസ്റ്റ് ഫീഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി പ്രൊസീജിയർ. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, നമ്മളിതിന് മുന്നേ കണ്ടതാണ് ഇതിൻ്റെ മാക്സിമം എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് 3 മാസമെങ്കിലും എടുക്കും. അതുകൂടാതെ തന്നെ ഇതൊരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അയഡിൻ കൂടിയാണ്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്കിലൂടെ ഇത് കുട്ടിയിലെത്തും. അപ്പോൾ കുട്ടിയുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവരോട് പറയുന്നത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആയിട്ടും ഹോൾഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ബിഫോർ ദി പ്രൊസീജിയറിൽ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ എഡ്യൂക്കേഷൻ വരുമ്പോൾ പഠിക്കുന്നതാണ് കേട്ടോ. ഇനി ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. പേഷ്യനോട് പറയുക ഒരുപാട് വെള്ളം കുടിക്കുക. കാരണം ഇത് യൂറിൻ വഴിയാണ് നമുക്കിത് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിനി സൈഡ് എഫക്ട്സ് നോക്കാം. നമ്മൾ പഠിച്ചു ഈ മെഡിസിൻ എടുക്കേണ്ടത് ഒരു ക്യാപ്സുൽ ഫോമിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലാണ്. അതുകൊണ്ടുണ്ടാകുന്ന ടേസ്റ്റിൻ്റെ ചേഞ്ചസ് മൂലം നമുക്ക് നോസിയ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ സലൈവറി ഗ്ലാൻസിന് സ്വെല്ലിംഗ് ഉണ്ടാവാനും മൗത്തിന് ഇറിറ്റേഷനും ഡ്രൈനെസ്സും ഉണ്ടാവാനും കാരണമുണ്ടാക്കുന്നു. ഈ ഡ്രൈനെസ് ആൻഡ് ഇറിറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് സോൾട്ട് ആൻഡ് സോഡ സൊല്യൂഷൻ ഗാർഗിൾ ഉപയോഗിച്ചാൽ മതി. ഒരു 3 to 4 times പെർ ഡേ എടുക്കുകയാണെങ്കിൽ ഇതിനൊരു ആശ്വാസം ഉണ്ടാകും. പിന്നെ മറ്റൊരു സൈഡ് എഫക്റ്റ് ആണ് സ്റ്റെയിൻ ടീത്ത്. കാരണം ഈ അയഡിൻ എടുക്കുന്ന മൂലം നമ്മുടെ പല്ലിന് സ്റ്റെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേഷ്യനോട് പറയുക ഈ ഒരു ലിക്വിഡാണ് എടുക്കുന്നതെങ്കിൽ സ്ട്രോ ഉപയോഗിച്ചെടുക്കുക അല്ലെങ്കിൽ ജ്യൂസിൻ്റെ കൂടെ എടുക്കുക. നമ്മളിവിടെ പറഞ്ഞു ഇതൊരു റേഡിയോ ആക്റ്റീവായിട്ടുള്ളൊരു ടെസ്റ്റാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി പേഷ്യൻറ്റിനെ കൊണ്ടുവരാവുള്ളൂ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബിഫോർ ദി പ്രൊസീജിയർ പേഷ്യൻറ്റിനെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ കാര്യം ലൈഫ് ലോങ് തൈറോയ്ഡ് സപ്ലിമെൻറ്റേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്? ഇവിടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കുന്നതിനാൽ തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകും. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസിന് മെഡിക്കേഷനായ ലീവോതൈറോക്സിൻ അവർക്ക് ലൈഫ് ലോങ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് പേഷ്യൻറ്റിനോട് മസ്റ്റായിട്ടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സെക്കൻഡ്ലി നമ്മൾ ഈ പേഷ്യൻറ്റിനെ എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം.
ഇതൊരു റേഡിയോ ആക്റ്റീവ് പ്രൊസീജിയറാണ്. അതുകൂടാതെ തന്നെ ഇതൊരു OPD ബേസിസ് ചെയ്യുന്ന പ്രൊസീജിയറുമാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പേഷ്യൻറ്റിനോടും പേഷ്യൻറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അവോയ്ഡ് ക്രൗഡ്സ്, എസ്പെഷ്യലി ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ. രണ്ടാമത്തെ കാര്യമാണ് ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂം കൊടുക്കുക എന്നുള്ളത്. അതുകൂടാതെ സെപ്പറേറ്റ് ടോയ്ലറ്റ് കൊടുക്കാനും ഇവരോട് പറയുക. ഇവർ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം 3 to 4 ടൈംസെങ്കിലും ഫ്ലഷ് ഔട്ട് ചെയ്യാനും പറയുക. പിന്നെ ഇവർക്ക് കൊടുക്കുന്ന യൂട്ടൻസിൽസ് സെപ്പറേറ്റ് ഉള്ളതായിരിക്കണം. അതുകൂടാതെ ഡിസ്പോസിബിൾ യൂട്ടൻസിൽസ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ഇവർ ഉപയോഗിക്കുന്ന ക്ലോത്ത്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാൻ പറയുക. കാരണം ഇവരുടെ സെറ്റ് വഴിയൊക്കെ ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ പുറത്തേക്ക് പോകുന്നുള്ളത് കൊണ്ടാണ്. ഇനി ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിനോട് പറയുക, നിങ്ങൾ അറ്റ്ലീസ്റ്റ് 6 വീക്സ് മുന്നെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ഹോൾഡ് ചെയ്യാൻ പറയുക. കാരണം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബ്രസ്റ്റ് ടിഷ്യൂസൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും, അങ്ങോട്ടേക്കുള്ള സർക്കുലേഷനൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ വൺസ് അയഡിൻ കൊടുത്തു കഴിയുമ്പോൾ ഈ അയഡിൻ ഈ ബ്രസ്റ്റ് ടിഷ്യൂസിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഹോൾഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത്രയുമുള്ളൂ റേഡിയോ ആക്റ്റീവ് അയഡിൻ അപ്ടേക്ക് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ. ഇനി നമുക്ക് തൈറോയ്ഡക്ടമിയിലേക്ക് പോകാം. തൈറോയ്ഡക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഓർ പാർഷ്യൽ റിമൂവൽ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡിനാണ് നമ്മൾ തൈറോയ്ഡക്ടമി എന്ന് പറയുന്നത്. പോസ്റ്റ് ഓപ്പറേറ്റീവിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനി നോക്കാം. ആദ്യത്തെ മോണിറ്റർ റെസ്പിറേറ്ററി ഡിസ്ട്രസ്. എന്തുകൊണ്ടാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് മോണിറ്റർ ചെയ്യാൻ പറയുന്നത്? കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം സർജറിക്ക് ശേഷം ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ബ്ലീഡിങ് ഫ്രം ഇൻറ്റേർണലി, അല്ലേ? ഇൻറ്റേർണലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കളക്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ആസ്പിറേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. അത് നമുക്കൊന്ന് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടി ഞാൻ ഒരു ABC മെത്തേഡിൽ എഴുതിയിട്ടുണ്ട്. A ഫോർ എയർവേ, B ഫോർ ബ്രീത്തിങ് ആൻഡ് C ഫോർ സർക്കുലേഷൻ. എയർവേയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എയർവേയിൽ ഈ പേഷ്യൻ്റ് സർജറി കഴിഞ്ഞ് വരുമ്പോൾ പേഷ്യൻ്റ് ബെഡ് സൈഡിൽ 3 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ആദ്യത്തെ കാര്യമാണ് ട്രക്കിയോസ്റ്റമി കിറ്റ്, രണ്ടാമത് ഓക്സിജൻ, മൂന്നാമതായിട്ട് സക്ഷൻ മെഷീനും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിയോസ്റ്റമി കിറ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം, പെട്ടെന്ന് എയർവേ ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിയോസ്റ്റമി സെറ്റ് ഉപയോഗിക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഓക്സിജൻ. നമുക്കറിയാം എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഓക്സിജനാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത് സക്ഷൻ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് സക്ഷൻ ചെയ്ത് കളയാൻ പറ്റും. എന്തെങ്കിലും സെക്രീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സലൈവയുടെ കളക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് സക്ഷൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 കാര്യങ്ങൾ ബെഡ് സൈഡിൽ തന്നെ കരുതണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് നമുക്ക് കാണാം ലാരിഞ്ചൽ സ്ട്രൈഡർ. എന്താണ് ലാരിഞ്ചൽ സ്ട്രൈഡർ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പിച്ച്ഡ് വൈബ്രേറ്ററി ഹാർഷ് സൗണ്ട് ഡ്യൂറിങ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ പറയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? പാർഷ്യൽ എയർവേ ഒബ്സ്ട്രക്ഷൻ മൂലമാണ് ഇതുണ്ടാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് പാർഷ്യൽ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത്? നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു. ഇവിടെ സലൈവയുടെയും അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടാകും. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ സർജിക്കൽ സൈറ്റിന് ചുറ്റുമുള്ള ടിഷ്യൂസിന് വീക്കം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പാർഷ്യൽ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാനുള്ള കാരണം. അതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ വോയിസിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ ക്വാളിറ്റിയും നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് സർക്കുലേഷനിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. സർക്കുലേഷന് നമ്മൾ ഈ സർജിക്കൽ സൈറ്റ് അല്ലെങ്കിൽ ഇൻസിഷൻ ഏരിയയുടെ ചുറ്റും ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പില്ലോയിൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കുക. ബെഡ്ഷീറ്റിൽ ബ്ലീഡിങ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. രണ്ടാമത്തെ കാര്യം, പേഷ്യൻ്റെ ഹെഡ് ന്യൂട്രൽ പൊസിഷനിൽ വേണം വയ്ക്കാൻ. പക്ഷെ ഒരിക്കലും ഒരു സുപ്പൈൻ പൊസിഷൻ പേഷ്യൻ്റ് കൊടുക്കാൻ പാടില്ല. പേഷ്യൻ്റെ ഹെഡ് ഓഫ് ദി ബെഡ് എപ്പോഴും 30 to 45 ഡിഗ്രിയിൽ വേണം കൊടുക്കാൻ. കാരണം ആസ്പിറേഷൻ ന്യൂമോണിയയ്ക്ക് ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞായിരുന്നു സലൈവയുടെ കളക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് ആസ്പിറേഷൻ ന്യൂമോണിയയ്ക്ക് ചാൻസ് ഉണ്ട്. ഒരു കാരണവശാലും സുപ്പൈനേഷൻ പൊസിഷൻ കൊടുക്കാൻ പാടില്ല. അടുത്തത് നെക്ക് ഒരു കാരണവശാലും എക്സ്റ്റെൻഡ് ചെയ്യാനോ ഫ്ലെക്സ് ചെയ്യാനോ പാടില്ല.
പേഷ്യനോട് പറയുക ചുമയ്ക്കാൻ പാടില്ല. അവർ ചുമച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് സ്പ്ലിറ്റിംഗ് വൂണ്ട്. അതുപോലെ തന്നെ ഇൻസിഷൻ അല്ലെങ്കിൽ ഇതിന് സ്റ്റിച്ചസിനെ ബാധിക്കാനും ചാൻസ് ഉണ്ട്. മോണിറ്റർ കാൽസ്യം ലെവൽ. എന്തുകൊണ്ടാണ് ഇവിടെ കാൽസ്യം ലെവൽ മോണിറ്റർ ചെയ്യാൻ പറയുന്നത്? തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പുറകുവശത്തായിട്ട് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്. ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡാണ് കാൽസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ട് തന്നെയാണ് കാൽസ്യം ലെവൽ ഇവിടെ മോണിറ്റർ ചെയ്യണമെന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ സർജറിയുടെ ഇടയിൽ ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് ട്രോമ സംഭവിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ കാൽസ്യം ലെവൽ ചെക്ക് ചെയ്യണം. നോർമൽ കാൽസ്യം ലെവൽ 8.6 to 10.2 ആണ്. സപ്പോസ് ഈ പേഷ്യൻറ്റിന് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് ട്രോമ സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കും ഇവർ കാണിക്കുക? ടിംഗ്ലിംഗ് അറൗണ്ട് മൗത്ത്, രണ്ടാമത്തെ മസിൽ ട്വിച്ചിങ്, മൂന്നാമത്തെ ഫേഷ്യൽ എക്സ്ട്രിമിറ്റി നംനെസ്. പിന്നെ ഇവർ കാണിക്കുന്ന 2 സൈൻസ് ആണ്, നമ്മൾ കേട്ടിട്ടുള്ള സൈൻസ് ആണ്, ചോസ്റ്റിക് സൈൻ ആൻഡ് ട്രൂസോ സൈന്. എന്താണ് ചോസ്റ്റിക് സൈന്? മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ആംഗിൾ ഓഫ് ജോയിൽ ഒരു ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള മസിൽസൊക്കെ ഈ സെയിം സൈഡിലേക്ക് കോടിപ്പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ചോസ്റ്റിക് സൈൻ എന്ന് പറയുക. എന്താണ് ട്രൂസോ സൈന്? ട്രൂസോ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BP കഫ് നമ്മുടെ കയ്യിലോ കാലയിലോ ഒക്കെ കെട്ടുകയാണെങ്കിൽ കൈയുടെ ഫിംഗേഴ്സ് അല്ലെങ്കിൽ കാലിൻ്റെ ടോസൊക്കെ ഒരുമാതിരി ഈ ഒരു ഷേപ്പിലേക്ക് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ട്രൂസോ സൈൻ എന്ന് പറയുക. ഈ പിക്ചറിൽ കാണുന്ന പോലെ. അപ്പോൾ നമ്മളിവിടെ മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് യു ആർ റിമൂവിങ് T, ചെക്ക് C. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കാൽസ്യം ലെവൽ ചെക്ക് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. TC. മനസ്സിലായില്ലേ? ഇതിൻ്റെ റിസ്കിലേക്ക് നമുക്ക് നോക്കാം. തൈറോയ്ഡ് സ്റ്റോം അല്ലെങ്കിൽ തൈറോടോക്സിക്കോസിസ് ആണ് ഇതിൻ്റെ റിസ്ക് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. കാരണം ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ കോംപ്ലിക്കേഷനാണ് തൈറോടോക്സിക്കോസിസ്. ഈ തൈറോടോക്സിക്കോസിസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തൈറോയ്ഡക്ടമി ചെയ്യുന്നത്. പക്ഷേ തൈറോയ്ഡക്ടമിയുടെ റിസ്ക് ആയിട്ട് ഇവിടെ തൈറോടോക്സിക്കോസിസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഇൻട്രാ ഓപ്പറേറ്റീവ് പീരീഡിൽ നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് ഹോർമോൺസായ T3നെയും T4നെയും കൂടുതലായിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷൻ. ആൻറ്റി തൈറോയ്ഡ് മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈറോയ്ഡിൻ്റെ കൂടുതലായിട്ടുള്ള പ്രവർത്തനത്തെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായി സോഡിയം അയഡിൻ സൊല്യൂഷൻ. ഈ അയഡിൻ ആണെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ T3നെയും T4നെയും റിലീസ് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതുവഴി വാസ്കുലാരിറ്റി കുറയ്ക്കും. ഇനി ബീറ്റ ബ്ലോക്കേഴ്സ് എന്തിനാണ് കൊടുക്കണേ എന്ന് നമുക്കറിയാം. അടുത്തതായി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. എന്തുകൊണ്ടാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഇവിടെ ഈ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, പേഷ്യൻറ്റിനോട് പറയുകയാണ് നിങ്ങൾക്ക് ഇന്ന ദിവസം സർജറിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ഓട്ടോമാറ്റിക് സ്ട്രെസ് ഉണ്ടാവത്തില്ലേ? അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ? ഈ സ്ട്രെസ് ഹോർമോൺസ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ചെന്നിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കൂടുതൽ T3യും T4ഉം ഉണ്ടാകുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഈ പേഷ്യന് പ്രയറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. ഹൈപ്പർ തൈറോയിഡിസത്തിനെ പോലെ ഒരുപാടൊന്നും ഹൈപ്പോതൈറോയിഡിസത്തിൽ പഠിക്കാനില്ല. ആകപ്പാടെ ഒരേ ഒരു കാര്യം പഠിക്കാനുള്ളൂ, തൈറോയ്ഡ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. എന്താണ് തൈറോയ്ഡ് റീപ്ലേസ്മെൻറ്റ് തെറാപ്പി? മറ്റൊന്നുമല്ല, ലിവോതൈറോക്സിൻ ലൈഫ് ലോങ് കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ലിവോതൈറോക്സിൻ ഒരു സിൻഡ്രോയിഡ് ഫോം ഓഫ് മെഡിസിൻ ആണ്, അതായത് ഒരു സിന്തറ്റിക് ഫോം ഓഫ് മെഡിസിൻ ആണ്. അതുകൂടാതെ ഇതിന് പറയുന്നതാണ് ഫസ്റ്റ് ലൈൻ മെഡിക്കേഷൻ എന്നുകൂടെ. അതുകൂടാതെ ഇത് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ളൊരു മെഡിസിൻ ആണ്. പിന്നെ അടുത്തായി സ്ലോ ഓൺസെറ്റ്. എന്താണ് സ്ലോ ഓൺസെറ്റ്? അതായത് പേഷ്യൻറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നിങ്ങളുടെ സിംറ്റംസിന് മാറ്റം ഉണ്ടാവില്ല. ഒരു 3 to 4 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ സിംറ്റംസിന് എന്തെങ്കിലുമൊക്കെ റിലീഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ തെറാപ്യൂട്ടിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടി 8 ആഴ്ചയെങ്കിലും എടുക്കും.
ഇനി റിപ്പോർട്ട് അജിറ്റേഷൻ ആൻഡ് കൺഫ്യൂഷൻ. ഇൻ കേസ് പേഷ്യൻറ്റിന് എന്തെങ്കിലും കൺഫ്യൂഷനോ അജിറ്റേഷനോ ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഫിസിഷ്യനെ അറിയിക്കാൻ അവരോട് പറയുക. ടേക്ക് 1 hour ബിഫോർ ദി ബ്രേക്ക്ഫാസ്റ്റ്. അവോയ്ഡ് ഡബ്ലിംഗ് ഡോസസ്. അതായത് എന്തൊക്കെയാണ്, പേഷ്യനോട് പറയുക ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്ന മെഡിസിനാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ 1 hour മുന്നേ എടുക്കണം. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഡോസ് ഡബിളായിട്ട് കഴിക്കാൻ പാടില്ല. സപ്പോസ് ഞാൻ ഇന്ന് മെഡിസിൻ എടുക്കാൻ മറന്നു, നാളെ ഞാൻ വിചാരിക്കുകയാണ് എന്നാൽ 2 ഡോസ് എടുത്തേക്കാം, പക്ഷെ അത് നടക്കില്ല, അങ്ങനെ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നെവർ അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ദി മെഡിക്കേഷൻ. അങ്ങനെ സ്റ്റോപ്പ് ചെയ്താലോ മിക്സെഡിമ കോമയ്ക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ചില മെഡിസിൻസും അതുപോലെ ചില ഫുഡ്സും ഈ ഒരു മെഡിസിൻ്റെ കൂടെ എടുക്കാൻ പാടില്ല. ഫസ്റ്റ് വൺ ഈസ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, രണ്ടാമത് അയൺ ആണ് പറയുന്നത്. പിന്നെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്, വാൾനട്ട്, സോയ പ്രൊഡക്ട്സ്, ഡയറ്ററി ഫൈബേഴ്സ് ഒന്നും ഈ ഒരു മെഡിസിൻ്റെ കൂടെ എടുക്കാൻ പാടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസിൻ്റെ അബ്സോർഷനെ ഈ വക സാധനങ്ങളൊക്കെ ബാധിക്കും. അതുപോലെ തന്നെ പേഷ്യനോട് പറയുക ചെക്ക് ഹോർമോണൽ ലെവൽസ് 4 to 6 weeks, 4 to 6 ആഴ്ച കൂടുമ്പോൾ ഹോർമോണിൻ്റെ ലെവൽ ചെക്ക് ചെയ്യണം എന്ന് പറയുക. ഇനി ചില കാര്യം കൂടെ ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രഗ്നൻസി സമയത്ത് ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻ്റ് ഈ മെഡിസിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രീ എക്ലാംഷ്യ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമതായി പ്ലാസൻ്റ് അബ്രപ്ഷൻ ഉണ്ടാവും. മൂന്നാമതായി പ്രീ ടൈം ലേബറിനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫീറ്റൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് മെറ്റേണൽ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നോർമലായിരിക്കണം നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ലെവല്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെയും ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ്. തൈറോടോക്സിക്കോസിസും മിക്സെഡിമ കോമയും എക്സോഫ്താൽമസും ഒക്കെയാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.